ഹലോ, ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ ചക്ക വറുത്തത് കേട്ടോ. അപ്പം ചക്ക നമ്മൾ എങ്ങനെയാണ് വറുത്തത് ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിലും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾക്ക് ഇന്നൊരു ചക്ക കിട്ടീനെ. അപ്പോൾ ചക്ക നമ്മൾ പകുതി വേവിച്ച് കഴിച്ച്, പിന്നെ കുറച്ച് ചക്ക നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിന് കേട്ടോ. നമുക്ക് വൈകുന്നേരം ചായക്ക് ഒരു കടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ചക്ക വറുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതാ കുറച്ച് ചക്ക ഞാൻ മാറ്റി വെച്ചത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിയണം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ചക്കക്കുരു ഒഴിവാക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നമുക്ക് റാഹത്തായിട്ട് മുന്നോട്ട് പോകണുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ദ്വാരയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അതാ നമ്മളെ ചക്ക നമ്മളിങ്ങനെ റെഡിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഈ ചക്ക എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഒരു മടുപ്പില്ലാത്തൊരു സംഗതി കേട്ടോ. ഇവിടെ ചക്ക കൂടുതലായിട്ട് ഇഷ്ടം എന്ന് വെച്ചാൽ ചക്ക വേവിച്ചത് വല്ലാതെ ഇഷ്ടമൊന്നുമില്ല. എന്നാലും എടുക്കൊക്കെ ഒന്ന് കഴിക്കുക എന്നല്ലാതെ, പിന്നെ ചക്ക പൊരിക്കുന്നത്, അതുപോലെ ചക്ക അങ്ങനെ പുളി വെച്ചതുണ്ടല്ലോ, അധികം പഴുക്കും ചെയ്യരുത്, ഒരു നേരിയ പുളിയിൽ വെച്ചതുള്ള ആ ചക്ക ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ ചക്കയൊക്കെ നന്നാക്കി അങ്ങോട്ട് മാറ്റി വെച്ച്, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ചക്കക്കുരു അതിങ്ങോട്ട് മാറ്റി വെക്കട്ടോ. ഇത് നമുക്ക് കറി വെക്കാമല്ലോ. ചക്കക്കുരു മുരിങ്ങൻ്റെ ഇലയൂടെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറി വെക്കാൻ കിട്ടിയാൽ മതിയല്ലോ. എപ്പോഴും നമുക്ക് മീനും ഇറച്ചും കോഴിയും ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് ചക്കക്കുരു മുരിങ്ങൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒരു ഉണക്കമീനും പൊരിച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ആ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണ്ടി മാറ്റി വെച്ചതട്ടോ. ഞാൻ ചക്കക്കുരു കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ച്, പിന്നെ നമ്മളെ ചക്കത നമ്മൾ നന്നാക്കി എടുത്ത് വെച്ച്, ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് എരിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ആരൊക്കെയാണ് ചക്ക വറുത്തത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ മോനിങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കൂടി സഹായിക്കണമെന്ന് ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വേണ്ട, അത് അതിനകത്തൊന്നുമില്ല, അത് കുറഞ്ഞതല്ലേ ഉള്ളൂ, എല്ലാവരോടും കൂടി ചെയ്യാനില്ല. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പം വീട്ടിൽ ഒരുപാട് ആൾക്കാർ വേണം കേട്ടോ. ഒന്നിച്ചിങ്ങോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് എല്ലാവരോടും കൂടി കഴിക്കുക, അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ. ഇത് നമ്മളാരുമില്ല, നമ്മൾ 2-3 ആൾക്കാർ മാത്രമാണെങ്കിൽ അത് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു വീട്ടിൽ കുറേ ആൾക്കാർ വേണം, അപ്പോഴാണ് ചക്ക അങ്ങനത്തെ പണികൾക്കൊക്കെ ചക്കയ്ക്കൊക്കെ കഴിക്കണമെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ കൂട്ടത്തോടെ നമ്മൾ ചക്കയൊക്കെ നന്നായിട്ട് കഴിക്കും. ഒറ്റയ്ക്കാണെങ്കിൽ വല്ലാതൊന്നും വേണ്ടി വരുമല്ലോ. അപ്പോൾ അതാ ഞാൻ ചക്കത ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ളൊരു ചായക്കടി നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് കഴിക്കും ചെയ്യാമല്ലോ. ഒരുപാടൊന്നും ഉണ്ടാക്കണില്ല, ഒരു കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയാലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കട്ടോ. നമുക്കിങ്ങനെ നല്ല മഴയും നല്ല ചൂടുള്ള കട്ടൻ ചായയും ചക്ക വറുത്തതും ഇങ്ങനെ കഴിക്കാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ എരിഞ്ഞ് റെഡിയാക്കി വെച്ചിന്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടതുള്ളത് കാണിച്ചു തരട്ടെ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് അത് ഞാൻ വെള്ളത്തിലേക്ക് ഇതുപോലെ ഇങ്ങോട്ട് കലക്കി കൊടുക്കട്ടോ. ഇങ്ങനെ വറുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ ചക്കയിലേക്ക് തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഇങ്ങനെ കുഴച്ചാലുണ്ടല്ലോ, പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ ആക്കിയാൽ അത് ആ ചക്ക വറുത്തത് എപ്പോഴും കുഴഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കറുമുറുന്ന് ഉണ്ടാവില്ല. ഇതുപോലെ ചെയ്താൽ എന്താണല്ലോ നല്ല ടേസ്റ്റാണ്, എപ്പോഴും ഒരു മുരിച്ചിലുണ്ടാവും കേട്ടോ. നമ്മൾ കറുമുറ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കഴിക്കാം. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് ഓയിലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, വെളിച്ചെണ്ണയിൽ തന്നെ ഓയിലിൻ്റെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളെ ചട്ടി നമ്മളൊരു പഴയ ചട്ടി കേട്ടോ. പിന്നെ നമ്മളൊരു ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ വാങ്ങണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്ത്, വല്ലാതെ ഓയിലൊന്നും ഒഴിക്കാനില്ല, അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താട്ട് നമുക്ക് കഴിക്കാനാണല്ലോ, അപ്പോൾ എന്നാലും ഉള്ളത് വൃത്തിയിലാവും വേണം. അപ്പോൾ അതാ ഞാൻ ചക്ക അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടോ, നമ്മൾ എരിഞ്ഞ് വെച്ചത്. ഇനി ഒന്നത് മൂത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മളവിടെ കലക്കി വെച്ചിനിയ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല അടിപൊളി മുരിഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് നമ്മളെ ചക്ക വറുത്തത് റെഡിയാക്കിയെടുക്കാം. ഇതുപോലൊക്കെ ഉണ്ടാക്കിയവരൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കട്ടോ, നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കൽ എന്നുള്ളത്.
ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കൽ. ഇനി ഇതിലേക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരാം, കമൻ്റായിട്ട് അറിയിക്കാം. നമുക്കും നമ്മളെ മിസ്റ്റേക്കുകൾ മാറ്റാലോ, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ അതാ നമ്മളത് നല്ലോണം ഞെരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അധികം അങ്ങോട്ട് ഞെരിയും ചെയ്യരുത്. അങ്ങനെ ഞെരിഞ്ഞ് പോയാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അധികം നെരിയാതെ ഞാനിതുപോലെ ഇങ്ങോട്ട് കോരി ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. ഇനി കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇതിങ്ങോട്ട് വറുത്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല ചൂടുള്ള കട്ടൻ ചായയും ചക്ക വറുത്തതോടെയും കഴിക്കാൻ ഒരു വൈകുന്നേര ടൈമിനൊക്കെ. ഇത് വൈകുന്നേരം എന്നല്ല, നമുക്കൊക്കെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഉണ്ട്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ ഇടുകയെന്ന് തിന്നാൻ ഭയങ്കര ഒരു ഇഷ്ടം കേട്ടോ. അത് രണ്ടെണ്ണമൊക്കെ മതി കേട്ടോ, അധികമൊന്നും വേണമെന്നില്ല. ഒരു രണ്ടെണ്ണമൊക്കെ ഉച്ചക്കത്തൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ കഴിക്കും ചെയ്യാമല്ലോ. അപ്പം ഞാൻ രണ്ടാമതും കുറേശ്ശെ കേട്ടോ ഞാൻ ഇടുന്നത്. ഒന്നിച്ച് അങ്ങോട്ട് ഇടാനുള്ള എണ്ണ അതിലേക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറേശ്ശെ ഇങ്ങനെ ഇടുന്നത്. പിന്നെ അതാ നമ്മളി ചക്കയൊക്കെ റെഡി ആയിട്ട് നമ്മളിതാ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കി, നല്ല ഞെരിഞ്ഞിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളത്. നമുക്ക് ചായയും കട്ടൻ ചായയും ചക്ക വറുത്തതും. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഓക്കെ ബൈ.